നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീല, ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു വ്യാജ ആരോപണത്തെ കുറിച്ച് മാധ്യമപ്രവർത്തകയ്ക്കെതിരെ വന്ന ഒരു പീഡനപര ആരോപണങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഇപ്പോ പേരൊന്നും പറയാതെ ഒരു മാധ്യമ പ്രവർത്തകയെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ പലരും പല പേരും വെച്ചിട്ട് ഇത് ഗസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ അപ്പോ ആ MLA ആരാണ് എന്നുള്ള കാര്യം വ്യക്തമായി. എല്ലാവരും പേര് ഓപ്പണായി തന്നെ പറഞ്ഞു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്ന പല വനിതാ മാധ്യമ പ്രവർത്തകരുടെയും ചിത്രം വെച്ചിട്ട് ഇതാണോ അതാണോ എന്നുള്ള ചില ചോദ്യങ്ങളും പ്രതികരണങ്ങളും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞു. അതിൽ ശ്രദ്ധേയമായത് ഒരു മുൻ ഏഷ്യാനെറ്റിലെ ഒരു പഴയ ഒരു മാധ്യമ പ്രവർത്തക പരസ്യമായി തന്നെ അവരുടെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. അവരുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ പോരാളി ഷാജി നടത്തുന്ന വ്യാജ പ്രചരണം, ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെതിരെ കേസ് കൊടുത്തൂടെ? ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പേജിലൂടെ വ്യക്തിഹത്യ നടത്തുന്നതിനെതിരെ അവർക്ക് നിയമപരമായി നീങ്ങിക്കൂടെ? അപ്പൊ ഇത് ആരോടാണ് നിയമപരമായി അവർ പരാതി പറയേണ്ടത്? ഇതുവരെ പോരാളി ഷാജി ആരെന്ന് കണ്ടെത്താൻ കഴിയാത്ത പിണറായിയുടെ ആഭ്യന്തര വകുപ്പിനോ? ആർക്കാണ് പരാതി നൽകേണ്ടത്? യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പരാതികൾ കൊണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ചെന്നാൽ അത്തരത്തിലുള്ള പരാതികൾ എടുക്കുന്നില്ല. ഞാൻ തന്നെ പറയാം, എന്നെ ഒരു സൈബർ അറ്റാക്ക് നടത്തിയ, എന്റെ ഫോട്ടോ വരെ വെച്ച് പ്രസിദ്ധീകരിച്ച ഒരു സൈബർ അറ്റാക്ക് നടത്തിയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഞാൻ ഈ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ 2 തവണ പരാതിയുമായി ചെന്നു. 2 തവണയും പരാതി എടുത്തില്ല. ഡിഫമേഷൻ ആണ്, ഇത് കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അവർ പറയുന്നത്. കാരണം ഈ പറയപ്പെടുന്ന സ്ത്രീക്ക്, ഒരു സ്ത്രീയാണ്, ആ സ്ത്രീക്ക് ചില ബന്ധങ്ങളുണ്ട്. 2 തവണ ഇത്തരത്തിൽ പരാതിയുമായി പോയിട്ടുള്ള ഒരാളാണ്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അവർ പരാതി എടുക്കില്ല. കോടതിയിൽ പോകും എന്നാണ് പറയുന്നത്. ക്രിമിനലും സിവിലും 2 തരത്തിലുള്ള ഡിഫമേഷൻ ഉണ്ട്. എന്നാൽ സിവിൽ ഡിഫമേഷൻ ആണ് അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ക്രിമിനൽ ഡിഫമേഷൻ എടുക്കണമെങ്കിൽ പോലീസുകാരാണ് കേസ് എടുക്കേണ്ടത്. പക്ഷെ കേസ് എടുക്കില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീക്ക് ചില CPM ബന്ധങ്ങളുണ്ട്. അവർ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന അട്ടഹാസം കേരളത്തിൽ ഒരു സ്ത്രീയും കാണിക്കുന്നില്ല. പക്ഷെ അവർക്കെതിരെ ഒരു പരാതിയുമില്ല. എന്നാൽ അവർ ആർക്കെങ്കിലും എതിരെ അവരെ തിരിച്ചു പറഞ്ഞാൽ, നിവർത്തി കെടുമ്പോൾ ചിലരെങ്കിലും തിരിച്ചു പറയും. ഞാൻ തിരിച്ചു പറയാൻ നിന്നിട്ടില്ല. അങ്ങനെ തിരിച്ചു പറയുന്നവർക്കെതിരെ അവർ പരാതിയും കൊണ്ട് എന്നാൽ എല്ലാ പോലീസ് സ്റ്റേഷനിലും പരാതി എടുക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് കേരളത്തിലെ പോലീസിന്റെ അവസ്ഥ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോ പരാതിയുമായി പോവുക എന്ന് പറഞ്ഞാൽ സൈബർ സെല്ലിലേക്ക് പരാതി ഫോർവേഡ് ചെയ്യും. നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണെന്നേ. ഒരു ദിവസം മുഴുവൻ വേണം മൊഴി എഴുതിയെടുക്കണമെങ്കിൽ. അവർ മൊഴി എടുക്കാൻ വേണ്ടി നമ്മളെ വിളിച്ചാൽ നമ്മുടെ സമയം അനുസരിച്ച് പോയി മൊഴി എഴുതിയെടുത്ത് നമ്മൾ തെളിവ് ഉണ്ടാക്കി കൊടുത്ത്, ആ തെളിവ് ഉണ്ടാക്കി കൊടുത്താലും ഒരു കാര്യവുമില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്നും മിണ്ടാതെ വിസ്മൃതിയിലാണ്ട് പോകും. ഇവിടെ പോരാളി ഷാജിയാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് പങ്കുവച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോരാളി ഷാജി CPM-ന്റെ ആളാണെന്നേ. അല്ലെങ്കിൽ ഞാനിപ്പോ ആരോപിക്കുന്നു പോരാളി ഷാജി CPM-ന്റെ ആരോ ആണ്. പോരാളി ഷാജി CPM-ന്റെ ആരുമല്ലെങ്കിൽ പോരാളി ഷാജി ആരെന്ന് കണ്ടെത്താൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് തയ്യാറാവണം. ആരാണെന്ന് കാണിച്ചു കൊടുക്കണം. കേരളത്തിൽ ഇത് എവിടെയും ഏത് തരത്തിലാണെങ്കിലും ടെക്നോളജി എവിടെ ഒന്ന് ഉപയോഗിച്ചാലും കണ്ടെത്താൻ കഴിയുന്ന സംവിധാനങ്ങളില്ലേ? എന്തുകൊണ്ടാണ് പോരാളി ഷാജിയെ മാത്രം കണ്ടെത്താത്തത്? നേരെ മറിച്ച് വീണ ജോർജിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളെ പിടിച്ചില്ലേ? മറ്റുള്ളവരെയൊക്കെ പിടിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് പോരാളി ഷാജി മാത്രം ഇങ്ങനെ മറയത്തിരിക്കുന്നത്? അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് CPM-ന്റെ കളി തന്നെയാണ് എന്നുള്ളതാണ്. ഇവിടെ ഇഷ്ടമല്ലാത്ത മാധ്യമ പ്രവർത്തകരെ പണ്ടും ഇന്നും എന്നും ഈ സദാചാരത്തിന്റെ വാളോങ്ങുക എന്നുള്ളത് CPM-കാരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അവരുടെ സ്ത്രീകൾ അവരോടൊപ്പം കള്ളും കുടിച്ച് അവർ പുരോഗമനം പറയുന്നവരാണ്. ആ പുരോഗമനകാരികൾക്കൊന്നും ഒരു കുഴപ്പമില്ലെന്നേ. മറ്റ് സ്ത്രീകളൊക്കെ കുലസ്ത്രീകളായിരിക്കണമെന്നും ഞങ്ങളുടെ സ്ത്രീകൾ പുരോഗമനകാരികളായിരിക്കണമെന്നും പറയുന്ന, അത് അവർക്ക് ആവശ്യങ്ങളുണ്ടാവും. സ്ത്രീകളെ പുരോഗമനത്തിലേക്ക് നയിക്കുന്നതുകൊണ്ട് അവർക്ക് ഗുണങ്ങളുണ്ടാവും. അതുകൊണ്ടായിരിക്കാം. ഏതായാലും മറ്റുള്ളവരെ അത്തരത്തിൽ മോശക്കാരാക്കി ഇഴത്തി കാണിക്കാനുള്ള ശ്രമം പല ഘട്ടങ്ങളിലും നടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇരകളായി പോയിട്ടുള്ള നിരവധി സ്ത്രീകളെ എനിക്കറിയാം പല ഘട്ടങ്ങളിലും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പത്രപ്രവർത്തക യൂണിയനിൽ സംസ്ഥാന ഭാരവാഹിയായി ജയിച്ചപ്പോ പഴയ ഒരു SFI ചെയർമാൻ, ഒരു കോളേജിന്റെ ചെയർമാൻ ആയിരുന്ന, എന്റെ കൂടെ ഉണ്ടായിരുന്ന, എന്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ഒരാൾ ആരോപണം ഉന്നയിച്ച ഇത്തരത്തിലാണ്. സ്ത്രീ ആയതുകൊണ്ട് ചില ആൾക്കാരുടെ സഹായത്താലാണ് എനിക്ക് വോട്ട് കിട്ടിയതെന്ന് പ്രചരിപ്പിക്കാൻ അയാൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, തങ്ങൾക്ക് അപ്രാപ്യമായതെല്ലാം മോശവും തങ്ങൾക്ക് പ്രാപ്യമായതെല്ലാം നല്ലതുമാണ്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുകയും അപ്രാപ്യമായതിനെയൊക്കെ മോശമായി കാണുകയും ചെയ്യുന്ന പ്രവണത ഇവർക്കുണ്ട്. ഒരു വിഷയം വരുന്നു, ഒരു പരാതിക്കാരി ഇല്ല, ഇതുവരെ ഒരു പരാതിയില്ല. ഒരു MLA-ക്കെതിരെ അവിടെയും ഇവിടെയും ഏറൽ കേട്ട കാര്യം മാത്രമേ ഉള്ളൂ. അയാൾക്കെതിരെ ഒരു പരാതി പോലീസിൽ വന്നിട്ടില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരാളെ കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത്? പറഞ്ഞു കേൾക്കുന്ന കഥകളിൽ എത്രമാത്രം സത്യമുണ്ടോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതും കഴിവും കാര്യപ്രാപ്തിയും പുരുഷനോട് തിരിച്ചു നിന്ന് കൈ ചൂണ്ടി സംസാരിക്കാൻ കഴിവുമുള്ള സ്ത്രീകളെ എന്നും തകർക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ആയുധമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതിനെ ഏത് രീതിയിലും ഇവർ വളച്ചൊടിക്കുകയും അത്തരത്തിൽ ഉപയോഗിക്കുകയും ചെയ്യും. അത് CPM-ൽ മാത്രമല്ല കേട്ടോ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഇന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടി ആരും അതിൽ വ്യത്യസ്തരല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും സ്ത്രീകളെ കെട്ടിക്കാണിക്കാനും സ്ത്രീകളെ ഉപയോഗിക്കാനും, ചിലപ്പോ ഒരുപക്ഷെ അവസരങ്ങൾക്ക് വേണ്ടി സ്ത്രീകളെ ഉപയോഗിക്കാനും തുനിയുന്നവരാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരിൽ 90% എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാനതിനെ എതിർക്കുന്നില്ല. അത് വളരെ കൃത്യമായ കാര്യവുമാണ്.
അത് എന്തെങ്കിലും കാരണത്തിന് വേണ്ടി ചെല്ലുന്ന ആ സ്ത്രീകളെ വീഡിയോ കോൾ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും എങ്ങനെയെങ്കിലും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയക്കാരാണ് കേരളത്തിലെ 90%. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സോഷ്യൽ മീഡിയ ആരോപണം ഉന്നയിക്കുമ്പോൾ ഓരൊറ്റ രാഷ്ട്രീയക്കാരന് തിരിഞ്ഞു നിന്ന് പറയാനുള്ള ചങ്കൂറ്റം കേരളത്തിലുണ്ടോ? ആർക്കുമില്ല. എന്തുകൊണ്ടാണ്? ആരെങ്കിലും മിണ്ടിപ്പോയാൽ എന്തൊക്കെ കഥകളാണ് പുറത്തു വരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ആർക്കും മിണ്ടാട്ടം മുട്ടിയ അവസ്ഥയിലാണ് എല്ലാവരും നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കാനോ രാഹുൽ മാങ്കൂട്ടത്തെ എതിർത്ത് സംസാരിക്കാനോ കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പ്രവർത്തകരും തയ്യാറായിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത്, മാധ്യമ പ്രവർത്തകരെ ആ പ്രവണത കാണിക്കുന്നത് ശരിയായ രീതിയല്ല. മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ പലരോടും സംസാരിക്കും, പലരുമായി പല ഘട്ടങ്ങളിലും. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ ഒരു ഹോട്ടലിൽ പോയിരുന്ന് ഒരുമിച്ച് കാപ്പി കുടിക്കും. ഇതിനെയൊക്കെ മറ്റു രീതിയിൽ ചിത്രീകരിക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഞാനൊരു രാഷ്ട്രീയ നേതാവ്, പഴയ BJP-കാരനായ ഒരു നേതാവിന്റെ ഒപ്പം ഒരു പടം ഇട്ടു. എനിക്ക് 20 വർഷമായി സൗഹൃദം ഉണ്ടായിരുന്ന ഒരാൾ. ഞാൻ BJP-യുടെ ഭാരവാഹിയല്ല. എനിക്ക് ഇവിടെ നിന്നൊന്നും അയാൾക്ക് കൊണ്ട കൊടുക്കാനോ കോൺഗ്രസിൽ നിന്നൊന്നും വാങ്ങിച്ച് ഇങ്ങോട്ട് കൊടുക്കാനോ ഞാൻ ദല്ലാളല്ല. അപ്പോ തീർച്ചയായിട്ടും വ്യക്തിപരമായ കാര്യങ്ങൾ, വ്യക്തിപരമായ സൗഹൃദം പുതുക്കുക മാത്രമാണ് എന്റെ ഉദ്ദേശം. മറ്റൊരു ഉദ്ദേശവും എനിക്ക് ആ വിഷയത്തിലില്ല. ഞാൻ വ്യക്തിപരമായ സൗഹൃദം പുതുക്കിയ ഒരു സമയത്ത് ഞാൻ ഇട്ട ഒരു ചിത്രം, എനിക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടായത്. എന്തിനാണെന്നറിയില്ല. അതിൽ പലരും പല പല കാര്യങ്ങളും, ഒരാൾ വന്നിട്ട് അയാളുടെ മുൻപുണ്ടായ ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് അയാളെ പറഞ്ഞ ചില കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കുമോ എന്ന രീതിയിൽ വളരെ മോശമായ പരാമർശങ്ങൾ ഉണ്ടായി. അൺഫോളോ ചെയ്യാനുള്ള ക്യാമ്പയിൻ നടത്താനുള്ള ശ്രമം ഉണ്ടായി. പക്ഷെ ദൈവാധീനത്തിന് അവർ അൺഫോളോ ചെയ്ത ഒരു 10, 50, 100 പേരെ അൺഫോളോ ചെയ്തിട്ടുള്ളൂ. എന്നെ അറിയുന്നവർ എന്റെ ഒപ്പം തന്നെ നിന്നു ആ സമയത്ത് എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്റെ ഒരു ഫോളോവേഴ്സിനെയും ഇളക്കിക്കൊണ്ടുപോകാൻ ഈ ക്യാമ്പയിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് സന്തോഷത്തോടെ ഞാൻ അറിയിക്കുകയാണ്. അത് എനിക്ക് നൽകിയ, മറ്റുള്ളവർ നൽകുന്ന അംഗീകാരം എന്റെ നിലപാടിനുള്ള അംഗീകാരം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ഇവിടെ ഞാൻ പറയുന്നത്, ഏത് സ്ത്രീയാണെങ്കിലും ഇപ്പോ ഇവിടെ മാധ്യമ പ്രവർത്തകരായ വനിതകളെയും മാധ്യമ പ്രവർത്തകരെയും ഒക്കെ കടന്നാക്രമിക്കുന്നതിന് പിന്നിൽ വളരെ കൃത്യമായ ഉദ്ദേശം തന്നെയാണ്. ആരെങ്കിലും എതിരെ, ഇനി CPM-നെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശം ഉന്നയിച്ചാൽ അല്ലെങ്കിൽ വാർത്തകൾ ചെയ്താൽ അതിശക്തമായ താക്കീതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങളെ ഇത്തരത്തിൽ ഞങ്ങൾ വ്യക്തിഹത്യ ചെയ്യുമെന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു മാധ്യമ പ്രവർത്തകർ ആ പരിപാടി കാണുമ്പോഴേ അറിയാം. 4 പേരിരുന്ന ഒരു ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുന്ന ഒരു വീഡിയോ, ആ വീഡിയോ പങ്കുവയ്ക്കൽ ഷാഫി പറമ്പിലുണ്ട്, മറ്റൊരു മാധ്യമ പ്രവർത്തകയുണ്ട്. ഇവരിരുന്ന് ആഹാരം കഴിക്കുന്ന ഒരു വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് എത്ര മോശമായ പരാമർശമാണ് നടത്തിയത്, അതും സ്ത്രീകളെ കുറിച്ച്. അതിന് ചില സ്ത്രീകളും ചുക്കാൻ പിടിക്കുന്നുണ്ട്. ഇത് വളരെ മോശപ്പെട്ട പ്രവണതയാണ്. ഇപ്പോൾ പണ്ടത്തെ കാലത്തെ പോലല്ല. പണ്ടത്തെ കാലത്ത് ജോലിയൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാവും. അവർക്ക് മറ്റു പുരുഷനോടോ മറ്റ് രീതികളിലോ ഒന്നും ഇടപെടേണ്ടി വരുന്നില്ല. നേരെ മറിച്ച് ഇപ്പോഴത്തെ സ്ത്രീകൾ ജോലി ചെയ്യുന്നവരാണ്. നമ്മുടെ മുന്നിലെത്തുന്നത് ആണാണോ പെണ്ണാണോ എന്ന് തരംതിരിച്ചു നോക്കാനോ അവരോട് ആണിനെയും പെണ്ണിനെയും വെച്ച് ഭേദം നോക്കിക്കൊണ്ട് അവരുടെ ലിംഗഭേദം അന്വേഷിച്ച് സംസാരിക്കാനും നമുക്ക് കഴിയില്ല. അപ്പോൾ പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരാകുമ്പോൾ ഒട്ടുമേ കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പൊതുപ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കും ഒക്കെ പരസ്പരം ഇടപഴകി തന്നെ മുമ്പോട്ട് പോകാനേ കഴിയുകയുള്ളൂ. അവിടെയാണ് നമുക്ക് സംസാരിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു കാപ്പി കുടിക്കേണ്ടി വരും, കൂടെ പോയിരുന്നു ചിലപ്പോൾ ഊണ് കഴിച്ച് സംസാരിക്കേണ്ടി, ഇതൊക്കെ ഉണ്ടാവും. ഇതിനെയൊക്കെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുക, ആ ചിത്രം എടുത്തു വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ മറ്റൊരു ആളിനെ കിട്ടിയില്ലെങ്കിൽ ആരെയെങ്കിലും അതിലേക്ക് വലിച്ചിഴക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇതുവരെ നമുക്ക് ആ കാര്യത്തിൽ കൺഫർമേഷൻ ഇല്ല. ആ പെൺകുട്ടി ഉണ്ടെന്ന് പറയപ്പെടുമ്പോൾ ആ പെൺകുട്ടി വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല. പരാതിയില്ലാത്ത ഒരു കാര്യത്തിന് എന്തിനാണ് ഇത്രയും വലിയ കോലാഹലം ഉണ്ടാക്കുന്നത്? ആ പെൺകുട്ടി നിങ്ങളവിടെ ആരോടെങ്കിലും വന്ന് പറഞ്ഞോ എനിക്കിങ്ങനെ പീഡനം ഉണ്ടായി എന്ന്? അവരുടെ തീർത്തും സ്വകാര്യമായി, ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ തീർത്തും സ്വകാര്യമായ ഒരു വിഷയത്തിൽ ഇടപെടേണ്ട ആവശ്യം കേരളത്തിലെ CPM-നോ കോൺഗ്രസിനോ BJP-ക്കോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ മോശപ്പെടുത്തുക ഈ പെൺകുട്ടിയെ കൂടി. ഈ പെൺകുട്ടി വളരെ നന്നായി വാർത്ത ചെയ്യുന്ന, CPM-നെതിരെ നന്നായി വാർത്ത ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയെ കൂടെ മോശപ്പെടുത്താനുള്ള ശ്രമമാണോ നടക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മളെപ്പോഴും ചോദിക്കും എന്തുകൊണ്ടാണ് ഇവരാണേ പരാതി പറയേണ്ടത്? അവരെ ആക്രമിക്കുന്നവരോടോ, ആക്രമിക്കുന്ന പോരാളി ഷാജിയുടെ കൂട്ടുകാരോടല്ലേ ഇനി പരാതി പറയാൻ പോകേണ്ടത്? ഈ രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും ഈ ആക്രമിക്കപ്പെടുന്ന പെൺകുട്ടിയാണെങ്കിലും ഒരു പരാതി നൽകേണ്ടത് ആരുടെ മുന്നിലാണ്? ഇതിന് ചുക്കാൻ പിടിക്കുന്ന, ഭരണസാരഥ്യം നയിക്കുന്ന CPM-ന്റെ പോരാളി ഷാജിയുടെ ഭാഗമായി നിൽക്കുന്ന CPM-ന്റെ ആൾക്കാരോടാണ് പരാതി പറയാൻ പോകുന്നത്. പോരാളി ഷാജിയെ ആദരിക്കുന്ന CPM-ന്റെ നേതാക്കന്മാരോട്, സൈബർ അണികളോടും സൈബർ മറ്റുള്ളവരോടും ഒക്കെയാണ് പരാതിപ്പെടാൻ പോകേണ്ടത്. എവിടെയാണ് പരാതിക്ക് നീതി ഉണ്ടാവുക? എങ്ങനെയാണ് ഒരു അന്വേഷണം നടക്കുക? കോടതിയിൽ പോയി എന്നിരിക്കട്ടെ, കോടതിയിൽ പോകാൻ പറയും. കോടതിയിൽ പോയാലും അന്വേഷണം നടത്തേണ്ടത് ആരാണ്? പോലീസാണ് നടത്തുന്നത്. അപ്പൊ കോടതിയിൽ പോകുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സോഷ്യൽ മീഡിയ വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പലരെ പറ്റിയും പലതും പറയുക, തോന്നിവാസം പറയുക, ഇല്ലാത്ത കഥകൾ പറയുക, അതിന് പ്രചാരം കൊടുക്കുക, ഇതൊക്കെ സോഷ്യൽ മീഡിയ നടത്തുന്നുണ്ട്. ഇതിന് സത്യത്തിൽ വേണ്ടത്
കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഒരു നിയമനിർമ്മാണമാണ് അനിവാര്യം. ഇത്തരം വ്യക്തിപരമായ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർത്തിക്കാണിക്കുന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആൾക്കാരെ അത്തരത്തിൽ ഒരു നിയമമാണ് ഇനി നീക്കങ്ങളെ തടയിടാനുള്ള നിയമമാണ് ഉണ്ടാവേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായമുള്ളത്. ഇവിടെ ലക്ഷ്മി ആക്രമിക്കുമ്പോൾ ലക്ഷ്മി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ലക്ഷ്മി വർഷങ്ങളായി മാധ്യമ പ്രവർത്തകയാണ്. അപ്പോ ലക്ഷ്മി ഇപ്പൊ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, എനിക്ക് തോന്നുന്നു 20 വർഷങ്ങളും ആയിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ സമകാലീനനാണ് ലക്ഷ്മി. അപ്പോ ഇത്രയും വർഷം മാധ്യമ പ്രവർത്തനം ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകയെ ഈ തരത്തിൽ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമം അതൊരു വളരെ മോശപ്പെട്ട ശ്രമമാണ്. അവർ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിലോ മറ്റേ കംപ്ലൈന്റ് ചെയ്യണം എന്നുള്ളതിനപ്പുറത്തേക്ക് എന്നെ പോലുള്ളവരെ എങ്ങനെ എന്തിനാണ് വലിച്ചെടുക്കുന്നതെന്ന് അവർ വ്യക്തമായി ചോദിച്ചിട്ടുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ ചെറുത്തു തോൽപ്പിക്കേണ്ടത് തന്നെയാണ്. ഏത് സ്ത്രീ ആണെങ്കിലും, ഇനി ഒരു സ്ത്രീ, ഇനി അതാ ലക്ഷ്മിയല്ല, അത് ലക്ഷ്മിയല്ല, ഇനി ലക്ഷ്മി ആണെങ്കിൽ തന്നെ ഇത് ആ സ്ത്രീയെ അധിക്ഷേപിക്കാനുള്ള അവകാശം ആർക്കാണുള്ളത്? ആ സ്ത്രീയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കാനുള്ള അവകാശം ആർക്കാണുള്ളത്? അവരുടെ തീർത്തും സ്വകാര്യമായ ഒരു വിഷയത്തിൽ അവരുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ആരാണ് ഇവർക്ക് അനുവാദം നൽകിയിട്ടുള്ളത്? തീർച്ചയായും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വളരെ ശ്രദ്ധയോടെ, വളരെ കൃത്യമായ നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ നമുക്ക് അമർച്ച ചെയ്യാൻ കഴിയൂ. ഒരിക്കലും ഞാൻ പറയുന്നു CPM ആണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് കൊണ്ടാണ്, അത് വ്യക്തമായി തന്നെ പറയുന്നു. CPM-ന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. ഒഴിഞ്ഞു പോകാൻ കഴിയണമെങ്കിൽ അവർ പോരാളി ഷാജിയെ നേരെ കണ്ടുപിടിച്ച് നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവരണം. ജനങ്ങളുടെ മുന്നിൽ പോരാളി ഷാജി ആരെന്ന് തുറന്നു കാട്ടാനുള്ള ശ്രമം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഇത് ആരാണ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. CPM-ന് ഇതിന് പങ്കില്ല എന്ന് പറയാൻ കഴിയുള്ളൂ. തീർച്ചയായും CPM ആണ് ഈ വിഷയം നിയന്ത്രിക്കേണ്ടത്. ഇപ്പൊ നമുക്കറിയാം BJP ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുന്നതെന്നിരിക്കട്ടെ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് BJPക്ക് അനുകൂലമായി എഴുതുന്ന ആൾക്കാരുണ്ട്. സത്യത്തിൽ അതിനൊരു കോർഡിനേഷൻ ഒന്നും BJPക്ക് ഇല്ല. അതുകൊണ്ട് BJPക്ക് അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ പോരാളി ഷാജി എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഇവരുടെ നിലപാടുകൾ, CPM-ന്റെ നിലപാടുകൾ വിശദീകരിച്ചുകൊണ്ട് പോകുന്ന ആളാണ്. അയാൾക്കെതിരെ എന്തൊക്കെ പരാതി, അയാൾ ആരാണെന്നത് CPM അയാളെ രഹസ്യമാക്കിയ ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, പോരാളി ഷാജി ആരാണെന്ന് കണ്ടെത്തി കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാത്തിടത്തോളം കാലം തീർച്ചയായും നമുക്ക് മനസ്സിലാകുന്നത് ഇത് വ്യക്തമായും തന്നെ CM-ന്റെ ഒരു കളിയാണ് എന്ന് തന്നെയാണ്.